ഇപ്പോൾ ദിവ്യ ദിവാകർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ ഈശ്വറിനെ ഞാൻ ചർച്ചകളിൽ കാണുന്നതൊക്കെ തന്നെ എവിടെയൊക്കെ ബലാത്സംഗം ചെയ്ത പുരുഷന്മാരുണ്ടോ, എവിടെയൊക്കെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ദിലീപിനെ പോലുള്ള നടൻ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ചാനലിലും വന്നിരുന്ന് കുറ്റമല്ല എന്റെ പടലേക്ക് കെട്ടിവെച്ചു. മാഡം ജഡ്ജിയായ വിധി ഞാൻ തന്നല്ലേ, താങ്ക്സ്. ഇടപെടല് എന്തോ എങ്ങനെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ താങ്കൾ സംസാരിച്ചപ്പോൾ ഇടപെടും. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. അങ്ങനെ ഒരാളെ റേപ്പിസ്റ്റ് എന്ന് വിളിച്ചാൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് വിളിച്ച ഇടപെടും. ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോകില്ല. ബലാത്സംഗത്തിന് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് ഇവിടെ എല്ലായിടത്തും മാധ്യമങ്ങളിൽ വന്നതാണ്. പോലീസ് വെറുതെ അല്ലല്ലോ 190 ദിവസം പിടിച്ചിട്ട് ജയിലിലിട്ടത്. ഇവരൊക്കെയാണ് നിയമത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പിനാരായണൻ 50 ദിവസം ജയിലിൽ കിടന്നില്ലേ? നമ്പിനാരായണൻ ചാരനായോ? ഉത്തരം മുട്ടിച്ചോളുന്നില്ല. എന്ത് ലോജിക്കാണ് മാഡം? നമ്പിനാരായണൻ അതിന് രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ദിലീപിനെ നമ്പിനാരായണൻ തമ്മിൽ താരതമ്യപ്പെടുത്തി. നമ്പിനാരായണനെ എനിക്കറിയാം, നേരിട്ട് കണ്ടിട്ട് പോലുമല്ലോ. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ്. അതെപ്പോ അതൊക്കെ ഉണ്ട് ആണോ? എന്നാ കണ്ടു. ഇതേപോലെ അപക്വമായ അറിവുള്ളവരാണ്. ദിലീപ് 90 ദിവസം ജയിലിൽ കിടന്നില്ലേ, അതുകൊണ്ട് കുറ്റവാളിയാണ്. മാധ്യമങ്ങളിലെല്ലാം വന്നു. ദിലീപ് കുറ്റവാളി അല്ലാന്ന് കോടതി വിധിച്ചോ? ദിലീപ് കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി എന്നൊരു ന്യായമെങ്കിലും എനിക്കുണ്ട്. ദിലീപ് കുറ്റവാളിയാന്ന് പറയാൻ എന്ത് അധികാരമാണ് ദിലീപിനുള്ളത്? തമ്പുരാട്ടിയുടെ വീറൊക്കെ ഇവിടത്തെ ഞൊത്ത തമ്പുരാക്കന്മാരോട് കാണിച്ചാൽ മതി, ഇവിടെ ചെലവാവില്ല. യാതൊരു സംശയമില്ല. നിങ്ങൾ കുറ്റം പറഞ്ഞോ കമാൽ പാഷ സാറിനെ പോലെ? എനിക്ക് വിരോധമില്ല. ഗ്രീഷ്മ അനുകൂലികളാണ് നിങ്ങളെങ്കിൽ ഞാൻ പീഡനപക്ഷം കൂടെയാണ്. നിങ്ങളൊക്കെ ഗ്രീഷ്മ അനുകൂലികളാണെങ്കിൽ ഞാൻ മറുവശത്ത്